ഹായ് മക്കളെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഭാഗമൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലാസ് കാണാം കേട്ടോ. അതുപോലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് നോട്ട്സൊക്കെ തന്നിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ആ ക്ലാസ് കൂടി കാണാം. ഓക്കെ, തേർഡ് ചാപ്റ്റർ ഇതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാഠത്തിലേക്ക് പോവാം, ലേറ്റ് ആക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മൾ ആദ്യം നോക്കുന്നത് പേജ് നമ്പർ 68 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യൻ ഫെഡറലിസം എന്ന് കാണാം, കണ്ടിട്ടുണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ഭാഗം വായിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നോട്ട് ദ റെലവൻറ്റ് പാർട്സ് ഓഫ് ദ സെമിനാർ പേപ്പർ പ്രസൻറ്റഡ് ഇൻ ദ ക്ലാസ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച ഒരു സെമിനാർ പ്രബന്ധത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാമല്ലോ. യെസ്, ഫെഡറൽ സിസ്റ്റം ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് അവർ കൺട്രി ഈക്വലി. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. ഓൾസോ സച്ച് എ ഗവേണൻസ് is useful in effectively countering separatist tendencies by ensuring regional representation. അതായത് ഇവിടെ ഈ പറഞ്ഞത് കൂടാതെ തന്നെ ഈ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ ഈ വിഘടനവാദ പ്രവർത്തനങ്ങളെയൊക്കെ ഫലപ്രദമായിട്ട് ചെറുക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു ഭരണക്രമീകരണം പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഈസ് പോസിബിൾ ത്രൂ ഫെഡറലിസം to achieve economic progress and ensure the welfare of all sections by integrating various levels of governance. നെക്സ്റ്റ് പറയാം, ഭരണത്തിൻ്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി ഒരു സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുവാനും വേണ്ടിയിട്ട് ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നു. എന്താണ്? അതായത് ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളെയും വിവിധ തലങ്ങളെയൊക്കെ കൂട്ടിയിണക്കിയിട്ട് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിഭാഗങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടി ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ലാസ്റ്റ് നോക്കുക, ലാസ്റ്റ് ലൈൻ. ദിസ് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വേർ പവർ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ് മേക്സ് ദ കൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി മോർ മീനിങ് ഫുൾ. അപ്പം കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്നുണ്ട്. ഇവിടെ ഈ അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുന്നു എന്നാണ് ഈ ലൈൻ പറയുന്നത്. നോക്കൊന്നുകൂടി. ദി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വർ പവർ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്. അല്ലേ, കേന്ദ്രവും സംസ്ഥാനവും അധികാരം പങ്കിടുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മേക്സ് ദ കൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി മോർ മീനിങ് ഫുൾ. ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കാൻ കൂടി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആയില്ലേ മക്കളെ? ഫെഡറലിസം ഈസ് എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ 2 ലെവൽസ് ഓഫ് ഓർ ഗവൺമെൻറ് ഓൺ ദ ബേസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് എന്ത്? ഫെഡറലിസം. എന്താണ്? ഫെഡറലിസം ഈസ് എ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ 2 ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഓൺ ദ ബേസിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്നു. ആ ഭരണ സംവിധാനമാണെന്ത്? ഫെഡറലിസം. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷെയർ പവർ. എന്താണ്? നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റും പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഒരു ഭരണക്രമീകരണമാണിത്. ഓക്കെ, അപ്പോൾ 2 ഗവൺമെൻറ്റും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമാണ്. ദെൻ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം ആർ കൺസിഡേർഡ് ടു ബി എ റിട്ടേൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിവിഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അതുപോലെ തന്നെ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത് എന്താണ്? പിന്നെ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അതുപോലെ തന്നെ അധികാര വിഭജനം, അതുപോലെ സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. ഒന്നുകൂടി നോക്കാം. ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷത എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം ആർ കൺസിഡേർഡ് ടു ബി എ റിട്ടൺ ആൻഡ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, ഡിവിഷൻ ഓഫ് പവേഴ്സ് അധികാര വിഭജനം,
ദെൻ നെക്സ്റ്റ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ആവുന്ന പേജ് നമ്പർ 69. അതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കിയാൽ മക്കളെ, ക്ലിയർ അല്ലേ നോക്കിയേ. അപ്പോൾ നോക്കാം മക്കളെ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. നെക്സ്റ്റ് നമ്മൾ ടൈറ്റിൽ കണ്ടില്ലേ. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ അനുച്ഛേദം. അതിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. അക്കോർഡിംഗ് ടു ദിസ് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. നെക്സ്റ്റ്, ബട്ട് നോവർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് ഇറ്റ് മെൻഷൻ ദാറ്റ് ഇന്ത്യ ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ്. അതായത് ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. We have adopted the federal system to accommodate the social, regional and geographical diversity of India and to preserve the unity and integrity of the country. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഫെഡറൽ സിസ്റ്റം സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി നോക്കാം. വി ഹാവ് അഡോപ്റ്റഡ് ദ ഫെഡറൽ സിസ്റ്റം ടു അക്കോമഡേറ്റ് എന്തൊക്കെയാ? സോഷ്യൽ, സാമൂഹികവും, ദെൻ റീജിയണൽ, പ്രാദേശികവും, ജിയോഗ്രഫിക്കൽ, ഭൂമിശാസ്ത്രപരവുമായ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളെ എന്തിന് ഉൾക്കൊള്ളുന്നതിനും ഓഫ് ഇന്ത്യ, ആൻഡ് ടു പ്രിസേർവ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ കൺട്രി. അതായത് എന്താണ്? രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നാം ഈ ഫെഡറൽ സംവിധാനം സ്വീകരിച്ചിട്ടുള്ളത്. നോക്കുക, സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ ചിലത് അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 69 അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ വായിക്കാം അല്ലേ. ഓക്കെ, റെഡി. എ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ സെൻറ്റേഴ്സ് ആൻഡ് ദ സ്റ്റേറ്റ്സ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരു പൊതുഭരണഘടന. ഇതാണ് ആദ്യത്തെ പോയിന്റ്. എ കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ സെൻറ്റേഴ്സ് ആൻഡ് ദ സ്റ്റേറ്റ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വെവ്വേറെ ഭരണഘടന ഒന്നുമില്ല. എന്താണ്? ഒരു പൊതുഭരണഘടനയുള്ള. ഓക്കെ, ദെൻ സോവർണിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് സോവർണിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയുടെ പരമാധികാരം. ഭരണഘടനയാണ് അന്തിമം അല്ല, അതിന് മുകളിലേക്കൊന്നുമില്ല. ഓക്കെ, ദെൻ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം എന്നാണ് പറയുക. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏക പൗരത്വം. അടുത്ത് നോക്കുക, ദ സെൻറ്റേഴ്സ് ഹാസ് ആൻ അപ്പർ ഹാൻഡ് ഇൻ ദ പവേഴ്സ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈയുണ്ട്. ഓക്കെ, എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിൽ കേന്ദ്രത്തിന് മേൽക്കൈ വരുന്നുണ്ട്. ദെൻ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. എന്താണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ അഥവാ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പർ ഹൗസ് ലോവർ ഹൗസ് ഒക്കെ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പോൾ ഓർമ്മയില്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം അല്ലെ. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാര വിഭജനമുണ്ട്. ഇനി തൊട്ട് താഴത്തെ പോയി നോക്കിയേ, ഇൻ ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് മോർ സബ്ജക്ട്സ് ആൻഡ് കീ പവേഴ്സ് ആർ വിത്ത് ദ സെൻറ്റർ. അപ്പോൾ എന്താണ്? അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും ആർക്കാണ്? കേന്ദ്രത്തിനാണ്. ഓക്കെ, അതാണ് ആ പോയിന്റ്. അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും ആർക്കുണ്ട്? കേന്ദ്രത്തിനാണെന്ന് പറയുന്നു. ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി അടുത്ത പോയിന്റാണ്. എന്താണ്? ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി, അതായത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അല്ലേ. സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആര് വന്നോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷേങ്കിൽ ഇവിടെ എന്താണ്? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ദെൻ ക്വാസി ഫെഡറൽ സിസ്റ്റം, അതായത് അർദ്ധ ഫെഡറൽ സംവിധാനമാണെന്ന് പറയുന്നു. അതാണ് ലാസ്റ്റ് പോയിന്റ്. അങ്ങനെ നമുക്ക് എത്ര പോയിന്റ് ഇവിടെയുണ്ട്? 5, 4, 9. അപ്പോൾ അത് ശരിക്കും ഒന്ന് പഠിച്ചു വെക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോയിക്കൂടെ? യെസ്, ഇന്ത്യസ് ഫെഡറൽ സ്ട്രക്ചർ ഈസ് അനദർ സാലിയൻ ഫീച്ചർ വിച്ച് റിഫ്ലെക്ട്സ് ദ ഡെമോക്രാറ്റിക് കമ്മിറ്റ്മെൻറ്റ് അപ്ഹെൽഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനാധിപത്യ പ്രതിബദ്ധതയുണ്ട് അല്ല. ഈ പ്രതിബദ്ധതയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നല്ല, മറ്റൊരു സവിശേഷതയാണ് എന്ത്? ഫെഡറൽ സ്ട്രക്ചർ അഥവാ ഫെഡറൽ ഘടന എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ the Constitution of India has adopted an approach of dividing the powers of nation between the central government and the state government rather than concentrating them at one level only. അതായത് രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾ
ഏത് രീതിയിലാണ് ഇപ്പോൾ വിഭജിച്ചിട്ടുള്ളത്? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ വിഭജിച്ച് നൽകുന്നൊരു സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അത് ഒരു തലത്തിൽ മാത്രം ഒതുക്കാതെ, ഇല്ലെങ്കിൽ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ച് നിൽക്കുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത് പറയുന്നു. ദെൻ അതിന് തൊട്ട് താഴെ നമ്മളോട് പറയാം, ലെറ്റ്സ് എക്സാമിൻ ദ 7th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് മെൻഷൻ ദ ഡിവിഷൻ ഓഫ് പവേഴ്സ്. അപ്പം ഈ അധികാര വിഭജനം പരാമർശിച്ചിട്ടുള്ള ഭരണഘടനയുടെ 7ാമത്തെ ഷെഡ്യൂൾ. ഓക്കെ, അതാണ് നമ്മളോട് നോക്കാൻ വേണ്ടി പറയുന്നത്. 7ാമത്തെ പട്ടികയാണ് നമുക്കിനി പരിശോധിക്കേണ്ടത്. ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇൻ ദ 7th ഷെഡ്യൂൾ, അതായത് അധികാര വിഭജനത്തെക്കുറിച്ചാണ്. അങ്ങനെയാണ് അധികാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തത്, അല്ലെങ്കിൽ പവേഴ്സ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പം നോക്കുക, ടൈറ്റിൽ കണ്ടില്ലേ, ഡിവിഷൻ ഓഫ് പവേഴ്സ് ഇൻ ദ 7th ഷെഡ്യൂൾ, അധികാര വിഭജനം 7ാമത്തെ അല്ലെങ്കിൽ 7ാം പട്ടികയിൽ. ഓക്കെ, നോക്കാം. ഫസ്റ്റത്തേത് യൂണിയൻ ലിസ്റ്റാണ്. ദിസ് ഈസ് എ ലിസ്റ്റ് of subjects over which the Union government has exclusive law-making powers. When the constitution came into force, there were 97 subjects. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു ലിസ്റ്റാണിത്. ഓക്കെ, ഒരു പട്ടികയാണിത്. അപ്പോൾ when the constitution came into force, there were 97 subjects. എവിടെ ഉണ്ടായിരുന്നു? എത്ര ഉണ്ടായിരുന്നു? 97 വിഷയങ്ങളായിരുന്നു ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ഫോറിൻ അഫെയേഴ്സ്, വിദേശകാര്യം, നെക്സ്റ്റ് ഡിഫൻസ്, പ്രതിരോധം, റെയിൽവേസ് അല്ല റെയിൽവേ, ദെൻ ബാങ്കിങ്, ദെൻ സിറ്റിസൺഷിപ്പ്, പൗരത്വം തുടങ്ങിയതിലാണ്. ഇങ്ങനെ 97 വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് യൂണിയൻ ലിസ്റ്റിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക, സ്റ്റേറ്റ് ലിസ്റ്റ്. ദിസ് ഈസ് എ ലിസ്റ്റ് of subjects over which state governments have legislative powers in normal circumstances. Initially it had 66 subjects. അതായത് നമ്മൾ തൊട്ട് മുമ്പ് യൂണിയൻ ലിസ്റ്റ് പറഞ്ഞു അല്ലേ? യൂണിയൻ ലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ലിസ്റ്റ് അല്ലേ? യെസ്. അപ്പോൾ സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക, ഓക്കെ, ലിസ്റ്റ്. ഓക്കെ, ഇതാണ് പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ എത്ര വിഷയങ്ങളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? ഇനിഷ്യലി ഇറ്റ് ഹാഡ് 66 സബ്ജക്ട്സ്. അപ്പോൾ 66 വിഷയങ്ങളുണ്ടായിരുന്നു ആദ്യം. ഓക്കെ, 66 വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് കണ്ടുവാ. എന്തൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്? അഗ്രികൾച്ചർ, കൃഷിയുണ്ട്, ജയില്, ദെൻ പോലീസ്, പിന്നെ ലോക്കൽ ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കുക? കൺകറൻറ്റ് ലിസ്റ്റ് പറഞ്ഞാൽ മലയാളം നമ്മൾ സമവർത്തി ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ എന്താ നോക്കിയേ? ദിസ് ഇസ് എ ലിസ്റ്റ് ഓഫ് സബ്ജക്ട് ഓവർ വിച്ച് ബോത്ത് ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഇനീഷ്യലി ഇറ്റ് ഹാഡ് 47 സബ്ജക്ട്സ്. അതായത് നമ്മൾ ആദ്യം യൂണിയൻ പറഞ്ഞു, സംസ്ഥാനം പറഞ്ഞു. ഇനി കേന്ദ്ര ഗവൺമെൻറ്റിനും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് ഇനി നമ്മൾ പറയുന്നത്. ഓക്കെ, തുടക്കത്തിൽ എത്ര വിഷയം ഉണ്ടായിരുന്നു? 47 സബ്ജക്ട്സ്. ഓക്കെ, ഇതാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഇതിൽ വരിക? എക്സാമ്പിൾ എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസം, ഫോറസ്ട്രി, വനം, ദെൻ ട്രേഡ് യൂണിയൻസ്, പിന്നെ മാരേജ്, ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻസ് എക്സെട്ര. ഓക്കെ, വിവാഹം, പിന്നെ ജനനമരണ രജിസ്ട്രേഷൻ തുടങ്ങിയവയാണ് ഇതിൽ പെടുന്നത്. ഓക്കെ, ഇതാണ് കൺകറൻറ്റ് ലിസ്റ്റിലുള്ള. നെക്സ്റ്റോ റെസിഡ്യൂറി പവേഴ്സ് അല്ലേ. റെസിഡ്യൂറി പവേഴ്സ് മീൻസ് എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കിയേ? അവശേഷിക്കുന്ന ബാക്കിയുള്ള അധികാരങ്ങളാണ്. പിന്നെ ഏതൊക്കെയാണ് ബാക്കിയുള്ള നോക്കാമല്ലോ നമുക്ക്. സബ്ജക്ട്സ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അബോവ് 3 ലിസ്റ്റ് ആർ കോൾഡ് റെസിഡ്യൂറി പവേഴ്സ്. അതായത് മേൽപ്പറഞ്ഞ, ഇപ്പോൾ നമ്മൾ 3 യൂണിയൻ ലിസ്റ്റ് പറഞ്ഞു, സ്റ്റേറ്റ് പറഞ്ഞു, കൺകറൻറ്റ് പറഞ്ഞു. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിൽ ഈ ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ ആണ് ഏതിൽ പെടുത്തുക? ഈ അവശേഷിക്കുന്ന റെസിഡ്യൂറി ലിസ്റ്റിൽ, റെസിഡ്യൂറി പവേഴ്സിൽ പെടുത്തുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസിഡ്യൂറി പവർ അല്ലെങ്കിൽ പിന്നെ അവശേഷിക്കുന്ന അധികാരങ്ങളെന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവയിൽ നിയമനിർമ്മാണ അധികാര കേന്ദ്രം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാവുക. ഓക്കെ, ദ ലെജിസ്ലേറ്റീവ് പവർ ഓവർ ദീസ് ഐറ്റംസ് ആർ വെസ്റ്റഡ് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ്. ഇതിൽ നിയമനിർമ്മാണ അധികാരം ഉണ്ടാവുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഓക്കെ, ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് സൈബർ ലോസ് ആണ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? സൈബർ ലോസ് അല്ലേ, സൈബർ നിയമങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയോ? നോക്കുക, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഡോക്ടർ BR അംബേദ്കറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് കുറച്ച് ഭാഗങ്ങൾ ഇവിടെയുണ്ട്. നമുക്കത് വായിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻറ്റ്.
ഭരണഘടന എന്ന് പറയുന്നത് ഒരു മൗലിക രേഖയാണ്. ഇറ്റ് ഡിഫൈൻസ് ദ പൊസിഷൻ ആൻഡ് പവേഴ്സ് ഓഫ് 3 ബ്രാഞ്ചസ് ഓഫ് ദി ഗവൺമെൻറ്. ഇവിടെ പിന്നെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഇന്ത്യക്ക് ഈ ഭരണ സംവിധാനത്തിൽ 3 ഘടകങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത് നോക്കിയ എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം, ജുഡീഷ്യറി നീതിന്യായ വിഭാഗം, അടുത്തത് ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭ, അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം, ദ പേർപ്പസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് ഓൺലി ടു ക്രിയേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഗവൺമെൻറ്, ഒരു ഭരണഘടനാ സംവിധാനം എന്നതിനപ്പുറത്തേക്ക്, ബട്ട് ഓൾസോ ടു ലിമിറ്റ് ദെയർ പവേഴ്സ്. ഇഫ് നോ ലിമിറ്റേഷൻ ഈസ് പ്ലേസ്ഡ് ഓൺ ദ പവർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ്, ദർ വിൽ ബി ടോട്ടൽ ടിറണി ആൻഡ് ടോട്ടൽ ഒപ്രഷൻ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, അതായത് ഈ പറഞ്ഞ നിയമനിർമ്മാണം, അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് കാര്യനിർവഹണം, അതുപോലെ തന്നെ ജുഡീഷ്യറി, ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ പിന്നെ അധികാരം കേന്ദ്രീകരിക്കുന്നതിന് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളിയിട്ട് ഒരു ഏകാധിപത്യ ഭരണം വരാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ഭരണഘടന ഫെഡറൽ സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്, പാർലമെൻ്ററി സംവിധാനം ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകതരം ശ്രദ്ധ, അതിൽ പ്രത്യേകിച്ച് ഭരണഘടന ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നോക്കുക, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം വീണ്ടും ഒന്ന് റെപ്പിറ്റേഷൻ വരുന്നതാണ്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. അപ്പം നമ്മൾ ഓൾറെഡി ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഒബ്സർവേഷൻ കണ്ടു. അപ്പോൾ അതിനുശേഷം അതിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്ന് ആ പാരഗ്രാഫ് ഞാൻ വായിച്ചു പോവാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ടേക്കൻ കെയർ ടു പ്രിവെൻറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ any one of these, legislature, executive, judiciary, also to prevent democracy from being overtaken by dictatorship. The parliamentary form of administration and federal structure are derived through these discussions. അതായത് നമ്മൾ പറഞ്ഞ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ ഏതെങ്കിലും ഒന്നിൽ അധികാരം കേന്ദ്രീകരിക്കുന്നത് തടയാനും ജനാധിപത്യത്തെ പിന്തള്ളിയിട്ട് ഏകാധിപത്യം വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ പാർലമെൻ്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും വന്നതെന്നാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. ഇതേ കാര്യം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇനി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുകയാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഇതും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്, അല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് പാർട്ടായിട്ട് ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് ഇടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റർ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് നോട്ട്സും ചാപ്റ്ററും കവർ ചെയ്യുന്ന പോലെ ഒരു ക്ലാസ് ആയിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീഡിയോസ് കാണാത്തവർ കാണുക. പിന്നെ എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സമയക്കുറവാണ് ഇടയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ എങ്കിലും നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ ക്ലാസ്സൊക്കെ ഇടാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ബൈ.